ഹലോ, വേനൽ മഴയൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ പോപ്പിച്ചെടികളൊക്കെ ഏകദേശം ആയിട്ടോ. മഴവെള്ളം നിന്നിട്ട് തണ്ടെല്ലാം ചീഞ്ഞ് ചീഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഓൾവേസ് മഴക്കാലം അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ചെടികളാണ് പോപ്പി. എനിക്കിത് മാത്രമേ ചെയ്യാനുള്ളൂ എന്ന് ചോദിക്കുന്നവരോട് എനിക്കിത് മാത്രമേ ചെയ്യാനുള്ളൂ. കാരണം ഓരോ മഴക്കാലങ്ങളും കഴിയുമ്പോൾ ഇതിൻ്റെ ചൂടും മുടിഞ്ഞു പോവുകയാണ്. പിന്നെ ബാക്കിയുള്ള തണ്ടുകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഇതിനെ റെഡിയാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനോട് എനിക്ക് ഭയങ്കര കെയറാണ്, സ്നേഹമാണ്. ഓൾവേസ് ഞാൻ ഇതിൻ്റെ തണ്ടുകളൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി പിടിപ്പിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കലാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ ഇതാ ആകെ കേട് വന്ന് കിടക്കുകയാണ്. 2-3 മഴ കിട്ടിയിട്ടുള്ളൂ, എന്നാലും എല്ലാം നശിച്ചു പോയ പോലെയാണ് കിടക്കുന്നത്. സോ അത്യധികം സങ്കടത്തോടെ കേട്ടോ ഞാനിതെല്ലാം റെഡിയാക്കി കൊണ്ടുവരുന്നത്. പോട്ടിൽ ഉള്ളതൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. എല്ലാ തണ്ടും വെട്ടിയെടുത്തിട്ട് ഞാൻ ഇത് വേറെ പോട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിതാ 2 ചട്ടിയാണ് ഇതിനു വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇത് മിക്സഡ് ആയിട്ടാട്ടോ, എല്ലാ കളേഴ്സും കൂടി മിക്സഡ് ആയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ പൂവിട്ട് കാണുമ്പോഴാണ് എനിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ളത് അത് തന്നെയാണ്. സോ ഞാൻ അങ്ങനെ മിക്സഡ് ആയിട്ട് തന്നെയാണ് ഓൾവേസ് കുത്താറ്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് കുത്തുന്നുണ്ട്. ഇനി മഴ പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നന്നായിട്ട് ചീഞ്ഞു പോകണം. തണ്ട് അങ്ങനത്തെ തണ്ടാണ്. സോ നമ്മൾ അതിനിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളതിനെ സർവൈവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം, ഇങ്ങനെ മാറ്റി മാറ്റി കുത്തുന്നതിൻ്റെ. അപ്പോൾ ഞാൻ ഏകദേശം ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്താണെന്നറിയില്ല, കുറച്ച് ദിവസം അങ്ങനെ നോക്കാതെ ഇരുന്നിട്ടാണെന്നറിയില്ല, ഈ പൂന്തോട്ടത്തിൻ്റെ അതായത് ഫുള്ള് ഞാൻ സൺഷെയ്ഡിലേക്കാണ് വെച്ചിട്ടുള്ളത്. ആ ഭാഗമൊക്കെ ആകെ കേട് വന്ന് കിടക്കുകയാണ്. സോ അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അവിടെ ബുദ്ധനൊക്കെ വെച്ച സ്ഥലമൊക്കെ ഒന്ന് കഴുകിയെടുത്തു. പിന്നെ മഴ ആയതുകൊണ്ട് നമ്മൾ എത്ര കഴുകിയിട്ടും കാര്യമില്ല, അങ്ങോട്ടേക്ക് ചളി അടിച്ച് കയറും കേട്ടോ. സോ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ബുദ്ധനെയും കഴുകി അവിടെ വെച്ചു. അതുപോലെ ആദ്യം ഉണ്ടായിരുന്ന പോലെ തന്നെ നമ്മുടെ പീസ് ലില്ലിയും അതുപോലെ നമ്മുടെ അഗ്ലോണിമ, മണി പ്ലാന്റ് അതെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് തന്നെ വെച്ചു. ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത്ര മതിയെന്ന് വിചാരിച്ചു. ഇനി മഴ കഴിഞ്ഞിട്ട് നമുക്ക് ചെടികളിലൊക്കെ നോക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഒരു 10 മണി ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൂടി കാണിച്ചു തരാണ് കേട്ടോ. ബൈ.